ഹരി 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 ബോൽ രാധേ 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 ശ്യാം സത് ശ്രീ അകാൽ. പ്രേമത്തോടെ ആനന്ദത്തോടു കൂടി നമ്മൾ നാമം ജപിക്കാനിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂജ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉള്ളൂ. ഒന്ന് ഡ്രസ്സ് മാറാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല അല്ലേ. സന്തോഷമായിട്ട് അല്ലേ. പൂജയൊക്കെ വളരെ ഗംഭീരമായിരുന്നു. ഒരു പകലും ഒരു രാത്രിയൊക്കെ സാക്ഷാൽ ശ്രീ രാജരാജേശ്വരിയെ ഉപാസിക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യം അല്ലേ. നാമം ജപിക്കാൻ പറ്റുന്നത് തന്നെ ഒരു മഹാഭാഗ്യം. ഏത് പൂജയാണെങ്കിലും ഏത് നവാഹമാണെങ്കിലും ഏത് സപ്താഹമാണെങ്കിലും നമ്മൾ അത്രയും ചിന്തിക്കാറുള്ളൂ അല്ലേ. ആ 9 ദിവസങ്ങൾ ഭഗവതിയെ ഉപാസിക്കാനൊരു ഭഗവതി തരുന്നൊരു അവസരമാണ്. അത്ര തന്നെയാണ് നമ്മളതിനെക്കുറിച്ച് മറ്റൊന്നും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. കലിയുഗത്തിൽ നാമസങ്കീർത്തനം പോലെ പ്രാധാന്യമുള്ള, കലിയുഗത്തിൽ നാമസ്മരണ പോലെ പ്രാധാന്യമുള്ള പോറൊന്നില്ലതാനും. മറ്റ് എത്ര ഹോമമോ യാഗമോ പൂജയോ എന്തൊക്കെ ചെയ്താലും കലിയുഗത്തിൽ നാമസ്മരണ തന്നെയാണ് പരമപ്രധാനമായിട്ടുള്ളത്. പരമാചാര്യന്മാർ പറഞ്ഞതൊക്കെ ഈ നാമസ്മരണയെക്കുറിച്ചാണില്ലേ. ജ്ഞാനയോഗമാകാം, നമുക്ക് യോഗങ്ങൾ പലതാണ്. ജ്ഞാനയോഗമാകാം, രാജയോഗമാകാം, കർമ്മയോഗമാകാം, ഭക്തിയോഗമാകാം, തുടങ്ങിയ ഏത് യോഗങ്ങളുമാകാം ഇല്ലേ. ഇതൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള യോഗങ്ങളാണ് താനും. പക്ഷെ അതിൽ ഭക്തിയോഗം സാധാരണ ലൗകിക ജീവിതം നയിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരായവർക്ക് കൂടുതൽ ഗുണത്തെ ചെയ്യും. ഭക്തിയോഗം എടുത്തു കഴിഞ്ഞാൽ തന്നെ പലരും ചോദിക്കും, സഗുണ ഉപാസന വേണോ, നിർഗുണ ഉപാസന പോലെ? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ കടുകട്ടിയുള്ള വാക്കുകൾ ആയിട്ട് ചോദിക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം സഗുണ ഉപാസനയാണ്. നമുക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു കൃഷ്ണ വിഗ്രഹത്തെ കണ്ടാലോ ഭഗവാന്റെ ഒരു ചിത്രത്തെ കണ്ടാലോ നമുക്ക് വളരെ സന്തോഷമായി. നമുക്ക് ആ ഈശ്വരീയമായ തത്വത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടെ അടുക്കാൻ എളുപ്പമാണ്. നിർഗുണ ഉപാസനയിലാണെങ്കിൽ സർവ്വതും ഈശ്വരമയമാണ്. ഈശ്വരന് പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. സർവ്വതും ഈശ്വരമയമാണ്. സർവ്വതും ഈശ്വരൻ ഗുണാതീതനാണെന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് നിർഗുണ ഉപാസനയിൽ ഇല്ലേ. ഈശ്വരനെ ഉപാസിക്കുവാൻ അനവധി മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ ഏത് മാർഗവുമാവാം. ജ്ഞാനയോഗമാകാം, രാജയോഗമാകാം, കർമ്മയോഗമാകാം, ഭക്തിയോഗമാകാം, ഏത് യോഗവും എല്ലാ യോഗങ്ങളും ചെന്നെത്തുന്നത് ഒന്നിലേക്ക് തന്നെ. പറയുമ്പോൾ വലിയ എന്താ പറയുന്ന വലിയ ഒരു സ്പിരിച്വൽ ജാർഗൻസ് പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അല്ല, അങ്ങനെ ഒന്നും നമ്മൾ അതിനെ അങ്ങനെ കണക്കാക്കണ്ട. എന്താണെങ്കിലും കലിയുഗത്തിൽ ഏറ്റവും ഫലപ്രദമാകുന്നത് നാമജപമാണ്. ഓരോ യുഗത്തിൽ ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ലേ. സഗുണോപാസനയുടെ ഒരു ഗുണമായിട്ട് ആചാര്യസ്വാമികൾ എപ്പോഴും പറയാറുണ്ട്, സഗുണോപാസനയ്ക്ക് ഭോഗത്തിലൂടെ മുക്തി. ആദ്യം നമ്മൾ ജോലി വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, പിന്നെ നമ്മൾ വീട് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, പിന്നെ കുട്ടികൾക്ക് സദ്ഗതി വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. എല്ലാം പ്രാർത്ഥിച്ച് ഏറ്റവും അവസാനം നമ്മൾ എത്തുന്നത് എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് തന്നെയാണ് ഇല്ലേ. സത്യയുഗത്തിലാണെങ്കിൽ ധ്യാനം പ്രധാനമായ മാർഗമായിരുന്നു സത്യയുഗത്തിൽ. പക്ഷെ അന്ന് കാരണം എന്ന് പറഞ്ഞാൽ അന്ന് മനസ്സ് വളരെ നിർമ്മലമായിരുന്നു. ഇന്നാണെങ്കിൽ മനസ്സിനെ പൊല്യൂട്ട് ചെയ്യാൻ ഈ മൊബൈൽ ഫോണ് പോലെ മികച്ച ഒരു ഉപാധി വേറെ ഒന്നില്ല. ഇതിനെ ആധ്യാത്മികമായി നമ്മളുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്താനും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഈ സാധനത്തിന് അത് സാധിക്കും. അതേസമയം നമ്മളെ നശിപ്പിക്കാനും ഏറ്റവും കൂടുതൽ സമയം കാർന്നു തിന്നാനും ഈ ഒരു ഉപകരണത്തിന് സാധിക്കും ഇല്ലേ. അതുകൊണ്ടാണ് ത്രേതായുഗത്തിൽ യാഗം പറഞ്ഞു, സത്യയുഗത്തിൽ ധ്യാനം പറഞ്ഞു, ത്രേതായുഗത്തിൽ യാഗം പറഞ്ഞു, ദ്വാപരയുഗത്തിൽ പൂജ പറഞ്ഞു, കലിയുഗത്തിൽ നാമസങ്കീർത്തനവും പറഞ്ഞു ഇല്ലേ. കലിയുഗം വന്നപ്പോഴേക്കും യുഗം നാലിലും നല്ലോ കലിയുഗം, നാമസങ്കീർത്തനവും ഫലമായി പറഞ്ഞു. അതുകൊണ്ട് ദ്വാപരയുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ നാരദ മഹർഷി ബ്രഹ്മദേവൻ്റെ സന്നിധിയിലേക്ക് എത്തി. ദ്വാപരയുഗം അവസാനിക്കാറായപ്പോൾ നാരദമുനി ബ്രഹ്മദേവൻ്റെ സന്നിധിയിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, വരാൻ പോകുന്ന കലിയുഗത്തിൽ ദുരിതങ്ങൾ മാറ്റാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ദുരിതങ്ങൾ മാറ്റാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാൻ നാരായണൻ്റെ നാമം ജപിക്കുകയാണ് ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു. ഭഗവാൻ നാരായണൻ്റെ ഏത് നാമവുമാകാം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആകാം ഇല്ലേ. 16 നാമം നിത്യവും ഭക്തിപൂർവം ജപിച്ചിടിൽ മനോമാലിന്യമകന്ന് സൂര്യനെ പോലെ തെളിവാർന്നിടും ജന്മം. അപ്പോൾ കലിസന്ധാരണ മന്ത്രമെന്നാണ് നമ്മൾ അതിനെ പറയുക ഇല്ലേ. രാമ 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 പാഹിമാം, രാമകൃഷ്ണ വാസുദേവ രാമ രാമ പാഹിമാം. കലിസന്ധാരണ മന്ത്രം എന്ന് പറയുന്നത് ഹരേ രാമ
രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി 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 ഹരേ ഹരേ, ഹരേ മായ 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 ഹരേ ഹരേ എന്ന് നമ്മളങ്ങ് പൂർണ്ണമായിട്ടങ്ങ് നമ്മൾ ജപിക്കുമില്ലേ. അത്രയും ജപിക്കാൻ പറ്റിയില്ലെങ്കിൽ 16 നാമങ്ങളായ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ജപിച്ചാലും സദാ സന്തോഷമാണ്, ധാരാളമാണ് ഇല്ലേ. അങ്ങനെ ജപിക്കാം. അങ്ങനെ ജപിച്ചെന്നാൽ ബ്രഹ്മലോകത്തിലും ശിവഭക്തർ ശിവലോകത്തിലും, വിഷ്ണുഭക്തർ വിഷ്ണുലോകത്തിലും ആർക്കും എവിടെയും ജപിക്കാം ഇല്ലേ. എന്ത് ജപിക്കാം? ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇങ്ങനെ നമുക്ക് ജപിക്കാം ഇല്ലേ. അപ്പോൾ ഗ്രഹദോഷങ്ങൾ പരിഹരിക്കപ്പെടാനായിട്ട് ഇതുപോലെ ഒരു പ്രധാനമായിട്ടുള്ള മറ്റൊരു നാമം ഇല്ലാതാനും ഗ്രഹദോഷങ്ങളെല്ലാം പരിഹരിക്കപ്പെടുക എന്ന് പറയുന്ന വലിയൊരു കർമ്മവും കൂടി ഇത് ചെയ്യും ഇല്ലേ. ഗ്രഹപ്പഴകളുടെ ഒരു രൂപത്തിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന സർവ്വദോഷങ്ങളും തീർക്കാൻ നമുക്ക് ഈ നാമജപം മതി ഇല്ലേ. ശരിക്കും ഇത്രയും യാത്ര കഴിഞ്ഞിട്ട് വന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ വേർത്തൊലിക്കുന്നുണ്ട്. അയ്യോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്ന് ചെന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മുടെ സന്ധ്യ കഴിയും, നമ്മുടെ നാമജപത്തിൻ്റെ സമയം കഴിയും. ഇന്നലെയും പൂജ ആയതുകൊണ്ട് നാമജപം ഉണ്ടായില്ല. പക്ഷെ നാമജപത്തിൽ നമുക്ക് വരുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഈ അമ്മമാരെയൊക്കെ ഒരുമിച്ച് കാണാം, അനിയന്മാരെ. സൂംകാർക്ക് ചെറുപ്പക്കാരുടെ ലിങ്ക് അവർക്ക് ഇനി തിങ്കളാഴ്ചയേ ഉള്ളൂ ഇല്ലേ. തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നാളെ തിങ്കളായി. 2 ദിവസം അവർക്കും ഒരു ബ്രേക്കായിരുന്നു ഇല്ലേ. അപ്പോൾ ഈ നാമജപത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞു വച്ചിരിക്കുന്നത് കലി സന്ദർണ ഉപനിഷത്തിലാണ് പറഞ്ഞു വച്ചിരിക്കുന്നത് ഇല്ലേ. ഇനി ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യമാത്മനിവേദനം എന്നിങ്ങനെ നവവിധ ഭക്തികളുണ്ട്. അത് ഏതൊക്കെയാണ് നവവിധ ഭക്തികൾ? ശ്രവണം, സത്കഥകളെ ശ്രവിക്കുക അല്ലേ. അതുകൊണ്ടാണ് രാവിലെ എല്ലാ ദിവസവും രാവിലെ ലിങ്കുകളൊക്കെ ഇടുക. ലിങ്കുകളൊക്കെ ഇട്ടിട്ട് പറയും ഇല്ലേ, വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇരുന്ന് കേട്ടോളൂ കേട്ടോ, വിഷമിക്കാണ്ടിരുന്ന് സന്തോഷത്തോടെ ഇരുന്ന് കേട്ടോളൂ. ശ്രവണം. കീർത്തനം, അത് കഴിഞ്ഞാൽ പിന്നെ ജപിക്കാനുള്ള നാമങ്ങളെ പറയും. 1008 നാരായണ നാമം ജപിക്കണം കേട്ടോ. കീർത്തനം. പിന്നെ ധ്യാനിക്കാനുള്ളത് വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇങ്ങനെ നവവിധ ഭക്തികളാവാം. നവവിധ ഭക്തികൾ, ഈ നവവിധ ഭക്തികളിൽ തന്നെ നാമസങ്കീർത്തനമാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പം. കൃഷ്ണ രാമ ഗോവിന്ദ രാധേ കൃഷ്ണ ഗോവിന്ദ. ഈ ട്യൂൺ എവിടെയോ കേട്ടതുപോലെ എന്നല്ലേ ആലോചിക്കുന്നത്. ഈ ട്യൂൺ എവിടെയോ കേട്ടിരിക്കുക, നോക്കൂ. രഘുപതി രാഘവ രാജാരാം पतित पावन सीताराम, ईश्वर अल्लाह तेरे राम, सबको सन्मति दे भगवन ഇല്ലേ. ഈ വരികൾ പിന്നീട് അമെൻഡ് ചെയ്ത വരികൾ എന്നാണ് പറയുക ഇല്ലേ. രഘുപതി രാഘവ രാജാരാം പതിത പാവന സീതാരാം. അപ്പോൾ അങ്ങനെ പ്രേമത്തോടു കൂടി നാമം ജപിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുകൂടാതെ തന്ത്രം മന്ത്രം ഇതൊന്നും ഇല്ലെങ്കിലും ഏറ്റവും നന്നായിട്ട് ഒരു മനുഷ്യന് ഏറ്റവും നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുക, സദാ കൊണ്ടുനടക്കാൻ പറ്റുക നാമജപത്തിലാണ്. കൃതേയധ്യായതോ വിഷ്ണും ത്രേതായാം യജതോ മഖൈ ദ്വാപരൈ പരിചര്യായാം കലൗ തത് ഹരികീർത്തനാത് എന്ന് ഭാഗവതത്തിലും, ജ്ഞാനപ്പാനയിലാണെങ്കിലോ യുഗം നാലിലും നല്ലു കലിയുഗം സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന
കൃഷ്ണ ഗോവിന്ദ രാമ എന്നിങ്ങനെ തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യജ്ഞമറിഞ്ഞാലും അതുപോലെ തന്നെ മഹാഭാരതത്തിനകത്തും ഇത് പറയുന്നുണ്ട്. മഹാഭാരതത്തിനകത്ത് പറയുന്നു, ജപസ്തു സർവധർമ്മഭ്യോ പരമോ ധർമ്മ ഉച്യത്തെ അഹിംസയാ ച ഭൂതാനാം ജപയജ്ഞ പ്രവർത്തത്തെ. ജപസ്തു സർവധർമ്മേഭ്യ പരമോ ധർമ്മ ഉച്യത്തെ അഹിംസയാ ച ഭൂതാനാം ജപയജ്ഞ പ്രവർത്തത്തെ എന്ന മഹാഭാരതത്തിന്റെ വചനമനുസരിച്ച് അഹിംസ കൂടാതെ നിർവഹിക്കപ്പെടുന്നത് കൊണ്ട് ജപയജ്ഞം സർവത്തിലും ശ്രേഷ്ഠമെന്ന് പറയുന്നു. ജപയജ്ഞം സർവത്തിലും ശ്രേഷ്ഠമാണ് എന്നാണ് ആചാര്യന്മാർ പറയുക. ശ്രീരാമദാസസ്വാമികൾ ശ്രീരാമനാമ ജപത്തെ മഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നത്, പഥ്യമായി 3 കോടി ജപിച്ചെന്നാൽ നമ്മുടെ കയ്യിലുള്ള രേഖകൾ മാറി വരും. 3 കോടി ജപം നമ്മുടെ തലവര മാറുന്നില്ല, കഷ്ടപ്പാട് മാറുന്നില്ല എന്ന് പറയുന്നവരടുത്ത് ആചാര്യ പരമ്പര പറയുന്നു ഇല്ലേ? ആ പരമ്പര പറയുന്നത് തന്നെയാണ് നമ്മളൊക്കെയും പറയുന്നത്. ആചാര്യ പരമ്പര എന്ത് പറയുന്നു? ആചാര്യ പരമ്പര പറയുന്നു 3 കോടി ജപിക്കണം. എന്ത് ജപിക്കണം? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിസന്ധാരണ മന്ത്രമാവാം, നിർബന്ധമില്ല. കലിസന്ധാരണ മന്ത്രം ഇല്ലെങ്കിൽ ഗുരുപദേശം കൊണ്ടുള്ള മന്ത്രമാവാം, ഏത് മന്ത്രവും ആവാം, ജപിക്കണം. എന്നിട്ടോ എന്നിട്ട് ആചാര്യസ്വാമികൾ പറയുന്നു, നമ്മുടെ ജാതകത്തിലെ ഗ്രഹദോഷങ്ങളെ മാറ്റാൻ നാമജപം കൊണ്ട് പറ്റും. 3 കോടി ജപം പറ്റിയെന്നാൽ ജാതകത്തിൽ ലഗ്നം, ധനം തുടങ്ങി 12 ഭാവങ്ങളുണ്ട്. ഈ 12 ഭാവങ്ങളും ശുദ്ധി വന്ന് ചേരാൻ ഏറ്റവും ഉത്തമം നാമജപം തന്നെ എന്ന് പറഞ്ഞു വരുന്നു. 3 കോടി ജപിക്കുന്ന ഒരു വ്യക്തിയെ യാതൊരു തരത്തിലുള്ള ദുരിത ദുഃഖങ്ങളോ കഷ്ടപ്പാടുകളോ ആധിവ്യാധികളോ ഭൂതപ്രേത പിശാച മാരണങ്ങളോ വന്ന് പിടിക്കില്ല എന്ന് പറയുന്നു ഇല്ലേ? അങ്ങനെ ധനസ്ഥാനത്തിന് ശുദ്ധി ഉണ്ടാകും. 5 കോടി നാമജപം നടത്തിയാൽ അയാളുടെ ബുദ്ധിക്ക് തെളിച്ചമുണ്ടായി ജ്ഞാനം വർദ്ധിക്കുന്നതായിട്ടും ആചാര്യസ്വാമികൾ പറയുന്നു. അങ്ങനെ നാമജപം തന്നെ ഏറ്റവും അപാരമായ ശക്തിയെക്കുറിച്ചിട്ട് എഴുതാത്ത ആചാര്യന്മാരില്ല. നാമജപത്തിനെ കുറിച്ചിട്ട് ഭഗവത്ഗീതയ്ക്ക് വളരെ പ്രസിദ്ധമായ ഭാഷ്യം രചിച്ച സ്വാമി മധുസൂദന സരസ്വതിക്ക് നാമജപത്തിലൂടെ കൃഷ്ണദർശനം, നാരായണ ഗുരുദേവന്റെ നാമജപത്തിലൂടെ ദർശനം, ചട്ടമ്പി സ്വാമികൾക്ക് എല്ലാ അവധൂതന്മാർക്കും എല്ലാ ആചാര്യന്മാർക്കും ജപിക്കുന്ന നാമത്തിലൂടെ ദർശനമെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇല്ലേ? ഈശ്വരനാമം അറിഞ്ഞോ അറിയാതെയോ ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ എങ്ങനെ ജപിച്ചാലും ഫലം ഭക്തിപൂർവ്വം വിശ്വാസപൂർവമായാൽ അതിന് ഉദ്ദിഷ്ട ഫലം സിദ്ധിക്കുന്നു. ഈശ്വരനാമത്തിൻ്റെ ഫലം. അപ്പം അതുകൊണ്ട് നാമജപം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റില്ല. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി ദേവി ഹരേ ഹരേ, ഹരേ മായ മായ ഹരേ ഹരേ. 51 അക്ഷരാളി കരുതനുലതേ വേദമാകുന്ന ശാഖി, കൊമ്പത്തൻപൊടുപൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ, ചെമ്പൊൽ താർ ബാണടംബ പ്രശമന സുഹൃതോ പത്തലക്ഷ്മി, സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണവലയാദീശ്വരി വിശ്വനാഥേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവി ദേവി ഹരേ ഹരേ.
ഹരേ മായ ഹരേ മായ 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 ഹരേ ഹരേ. ഞാൻ ഒരു തീപ്പെട്ടി എടുത്തിട്ട് വരാം അല്ലേ. തീപ്പെട്ടി എടുത്തിട്ട് വരുമ്പോഴേക്കും ഇല്ലേ നമുക്ക് ആരതിയുടെ സമയവും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ ദേവി 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 ഹരേ 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 മായ 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 ഹരേ ഹരേ. 51 അക്ഷരാളി കരുതനുലദേവിതമാകുന്ന ശാഖി കൊമ്പത്തൻപൊടു പൂക്കും കുസുമതിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പുൽത്താർ ബാണഡംബ പ്രശമന സുഹൃതോപാത്തലക്ഷ്മി സമ്പത്തെ കുമ്പിടുന്നേൻ കടലിനവലയാദീശ്വരി വിശ്വനാഥേ. ഓം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ആരതി 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 ഓം 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 ആരതി 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 ഓം. അപ്പോൾ നമുക്ക് നാളെ സത്സംഗത്തിൽ മന്ത്രജപത്തിനെ കുറിച്ചും ശിവപുരാണവും ഒക്കെ പറയാം. ഹരി 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 ബോൽ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ.